ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ മരിച്ചു എന്നുള്ളൊരു വാർത്ത പത്രത്തിൽ വരികയാണ്. അപ്പോൾ വിക്രമാണ് കൊല ചെയ്തതെന്നുള്ളൊരു വാർത്തയൊക്കെ പത്രത്തിലുണ്ട് കേട്ടോ. ഇതുകൊണ്ട് വിക്രമല്ല ശ്രീകാന്ത് കൊണ്ട് ദീപ്തിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ കണ്ടില്ലേ, വരുണിനെ കുത്തി കൊലപ്പെടുത്തിയത് വിക്രമാണ് എന്നുള്ള രീതിയിൽ കാണിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വാർത്ത കണ്ട ഉടനെ തന്നെ ദീപ്തി തല കറങ്ങി താഴത്തേക്ക് വീഴാണ്. അങ്ങനെ ശ്രീകാന്തും എല്ലാവരും കൂടിയിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം ശങ്കരനാരായണൻ്റെ അടുത്ത് ശ്രീകാന്ത് പറയാണ്, അച്ഛ വിക്രമാണിത് ചെയ്തത്, പഴയ കാര്യങ്ങളൊക്കെ അച്ഛനറിയാവുന്നതല്ലേ, അവനൊരു കാലത്തും നന്നാവില്ല അച്ഛ, അവൻ ഇങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശങ്കരനാരായണൻ്റെ മനസ്സിങ്ങനെ ഇളക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ സത്യം അറിയാവുന്ന ഒരേ ഒരാളുള്ളൂ, വേദയാണ്. വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിൻ്റെ പുതിയൊരു മുഖം കണ്ട് വേദ ശരിക്കും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇത്രയും വലിയൊരു ദുഷ്ടനായിരുന്നു ഇയാളെന്നുള്ളത് കാര്യമൊക്കെ വേദയ്ക്ക് ആ സമയത്ത് മനസ്സിലാവാണേ. പിന്നെ വരുണിനെ കാണാനായിട്ട് ശ്രീനിവാസൻ വരുന്നുണ്ട്. അപ്പോൾ വാസവനോട് പറയുന്നുണ്ട്, വിക്രമല്ല അത് ചെയ്തത്, വിക്രം ഇതിലില്ല, മറ്റാരുടെയോ കൊട്ടേഷനാണ് ഇത് ഈ കാര്യം നടന്നിട്ടുള്ളത്, അല്ലാണ്ട് വിക്രമല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ വാസവനാണെന്നുണ്ടെങ്കിൽ തിരിച്ചൊരു അക്ഷരം പോലും മറുപടി പറയുന്നില്ല. അതിനുശേഷം പിന്നീട് ശ്രീനിവാസൻ വേദനെ കാണുന്നുണ്ട്. വേദനയോട് കണ്ട് സംസാരിക്കുന്നൊക്കെയുണ്ട്. വേദയാണെന്നുണ്ടെങ്കിൽ വരുണിനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വിക്രമാണ് ഇത് ചെയ്തതെന്ന് ഒരിക്കലും വിശ്വസിക്കരുത്, വിക്രമല്ല അത് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. രാജേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിക്രം എന്നൊക്കെ ശ്രീനിവാസൻ പറയുന്നുണ്ട് വേദനോട്. അങ്ങനെ വേദ വരുണിനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്തും ചന്ദ്രശേഖരനും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ കാര്യമൊക്കെ അറിയാലോ, മറ്റാർക്കും അറിയില്ല, വേദയ്ക്ക് മാത്രമേ സത്യം അറിയുള്ളൂ. വേദ ക്രൂരമായിട്ടുള്ളൊരു മുഖത്തോട് കൂടിയിട്ട് ശ്രീകാന്തിനെ നോക്കുന്നുണ്ട്. ശ്രീകാന്തും ചന്ദ്രശേഖരനും നല്ല പിള്ളകളായിട്ട് രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വേദന നീക്കം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.